മനസ്സിനെ മാസ്റ്റർ ചെയ്യണ്ടെങ്കിൽ 2-3 കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്പർ 1, ഈ മനസ്സിൽ കുറേ നെഗറ്റീവ് ബിലീഫ് സിസ്റ്റം ഉണ്ട്, നെഗറ്റീവ് പ്രോഗ്രാമിംഗ് ഉണ്ട്. അത് റീറൈറ്റ് ചെയ്യണം. മൂത്തവർ ഇവിടെ ഇരിക്കുന്നുണ്ട്, അവരോട് പറയാന്ന്, ഞാൻ ശരീരമാണ്, ഞാൻ ഗിരീഷാണ്, ഞാൻ ബ്രഹ്മകുമാരാണ്, ഞാൻ സ്പീക്കറാണ്, ഞാൻ സക്സസ്ഫുൾ ആണ്, ഞാൻ മാനേജറാണ്, ഞാൻ ഹസ്ബൻഡാണ്. ഇതൊരു റോങ് പ്രോഗ്രാമിംഗ് ആണ്. ഇതല്ല നിങ്ങൾ. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഞാൻ സ്റ്റുഡൻ്റ്. നോ, ഐ ആം എ പീസ്ഫുൾ പേഴ്സണാലിറ്റി, പവർഫുൾ പേഴ്സണാലിറ്റി. ആ ഷിഫ്റ്റ് കൊണ്ട് വന്നാൽ ആണ് ഞാനൊരു സ്റ്റുഡൻറ്റ്, ഞാനൊരു സ്പീക്കറാണ്. ആ സ്പീക്കറിൻ്റെ ആക്ഷൻ നല്ലതാവും. ആൻഡ് യു ഹാവ് ടു യൂസ് ദ പവർ ഓഫ് ദ മൈൻഡ്. പക്ഷെ ആ മൈൻഡിനെ ശക്തിശാലിയാക്കാൻ യു ഹാവ് ടു ഷിഫ്റ്റ് ദ കോൺഷ്യസ്നെസ്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അച്ഛൻ ഓഫീസിൽ നിന്ന് ലേറ്റായിട്ട് വീട്ടിൽ വന്നു, എന്തോ എമർജൻസി ആയി. വീട്ടിൽ വന്ന സ്ഥിതിക്ക് രാത്രി 10-12 മണിയായി. ഡെഡ് ടയേർഡാണ്. ഇനി ബസ് കുളിച്ചിട്ട് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാനുള്ള ശക്തിയേ ഉള്ളൂ. സോ അച്ഛൻ വീട്ടിൽ വന്നു. 10-11 മണിക്ക് വീട്ടിലെ ഡോർ നോക്ക് ചെയ്തു. അകത്ത് കയറിയ പാട് ചെറിയ മകൻ, വിചാരിച്ച 2ാം ക്ലാസ് പഠിക്കുന്നുണ്ട്, 6 years of age. അച്ഛനെ കണ്ടിട്ട് വളരെ എക്സൈറ്റായി. ഇതുവരെ ഉറങ്ങിയിട്ടില്ല. അച്ഛനെ കണ്ട പാടെ പറയാന്ന്, അച്ഛൻ്റെ കൂടെ കളിക്ക്. അച്ഛൻ പറഞ്ഞു, മോനെ സമയം നോക്ക്. അച്ഛൻ വളരെ ടയേർഡായി. നീ അമ്മേൻ്റെ കൂടെ എന്താ കളിക്കത്തില്ല? അമ്മേൻ്റെ കൂടെ കളിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. എന്തുകൊണ്ട്? അമ്മ കണ്ടിന്യൂസ്ലി കളിക്കില്ല. 2 മിനിറ്റ് കളിച്ചിട്ട് പറയും, മോനെ നീ ഒന്ന് കളിക്കും, ഞാനിപ്പം കിച്ചണിൽ പോയിട്ട് ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് വരാം, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഷീ ഡസൻ പ്ലേ കണ്ടിന്യൂസ്ലി. ഷീ ഇൻ ബിറ്റ്വീൻ ടേക്സ് ബ്രേക്ക്. ഐ ഡോണ്ട് വാണ്ട് ടു പ്ലേ വിത്ത് ദ മമ്മി. അച്ഛൻ പറഞ്ഞു, ഓക്കെ, എന്താ കളിക്കേണ്ടത് ചോദിച്ചു. അപ്പം കുട്ടി എന്താ പറയുന്നത് പറയട്ടെ. ഈ നോർത്ത് ഇന്ത്യയിൽ ഒരു കളിയുണ്ട്, എനിക്ക് സൗത്ത് ഇന്ത്യൻ്റെ അറിയില്ല, നാട്ടിൽ അങ്ങനെ കളിക്കാറുണ്ടോ. ഹിന്ദിയിൽ പറയും ചോർ പോലീസ്, കള്ളനും പോലീസും. മലയാളത്തിൽ എന്താ പറയാ? എന്ത്? കള്ളനും പോലീസും. അയ്യോ, എനിക്ക് മലയാളം അറിയാലോ. ആരാ പറഞ്ഞത് മലയാളം ഒന്നും അറിയില്ല? ठीक है, കള്ളനും പോലീസും. ഓക്കെ. അച്ഛൻ പറഞ്ഞു, മോനെ പാതിരാത്രിക്ക് എനിക്ക് കള്ളനും പോലീസാന്ന് കളിക്കട്ടെ. ലൂഡോ കളിക്ക്, സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുക, അത് പിന്നെയും കുറച്ചും കൂടി ഈസി ആണല്ലോ. അയ്യാ, അതെനിക്ക് കളിക്കണ്ട. കള്ളനും പോലീസും. അച്ഛൻ മോൻ്റെ ക്യൂട്ട് മുഖം കണ്ടിട്ട് തന്നെ പപ്പേൻ്റെ സ്ട്രെസ് പോയി. എന്താ വെച്ചാൽ അത്ര നല്ല കുട്ടിയാണ്. അച്ഛൻ പറഞ്ഞു, ഓക്കെ. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 1, 2 ക്യാരക്ടർ ഉണ്ട്, ഒന്ന് കള്ളനും ഒന്ന് പോലീസും. 2 ആൾക്കാരുണ്ട്, മകനും അച്ഛനും. ക്വസ്റ്റ്യൻ, കള്ളൻ ആരാന്നാവുക? ഹലോ, കള്ളൻ നോട്ടം വിട്ടിട്ട് കുറച്ച് ചിരിച്ചുകൊണ്ട് പറയും, ആരാന്ന് കള്ളനാവുക? നിങ്ങൾ എന്തിനാ പറയുന്നത്? അമ്മമാരാവാൻ, അച്ഛനെ ആവാൻ പാടില്ല, അവരിങ്ങനെയാണ്. ബിറ്റ്വീൻ എ പോലീസ് ആൻഡ് എ thief, the child will become the police and papa will become the കള്ളൻ. ഓക്കെ. അച്ഛൻ പറഞ്ഞു, ഓക്കെ. കുട്ടി ബെഡ്റൂമിൽ പോയി, അച്ഛനാണ് കുട്ടിക്ക് വേണ്ടിയിട്ട് പോലീസിൻ്റെ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തത്. എന്താ വെച്ചാൽ സ്കൂളിൽ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ, അറിയോ? ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ. അതിൽ ഡോക്ടർ ആവാം, അതിൽ നഴ്സ് ആവാം, അതിൽ പോലീസ് ആവാം, ആർമി ആവാം, ഫയർ ബ്രിഗേഡ് ആവാം, മാനേജർ ആവാം. പക്ഷെ കള്ളൻ്റെ ഡ്രസ്സൊന്നുമില്ല. Nobody is interested to become a thief. So he wears the police attire, the toy gun, cap, whistle, വടി, അതെല്ലാം എടുത്തിട്ട് ഒപ്പൻ്റെ മുമ്പിൽ വന്നു. ആൻഡ് ദ ഗെയിം സ്റ്റാർട്ട്സ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെരി ക്ലിയർലി. മനസ്സ് എങ്ങനെയാണ് പ്രോഗ്രാം ആവുന്നത്? ആ പ്രോഗ്രാമിംഗ് ഇതുവരെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ
നമ്മളുടെ മനസ്സിൽ ദേഷ്യം, അസൂയ, പേടി, ഇൻസെക്യൂരിറ്റീസിനെ മാറ്റിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിന് സൈക്കോളജിയിൽ പറയും ഷിഫ്റ്റ് ഇൻ കോൺഷ്യസ്നെസ്, ഷിഫ്റ്റ് ഇൻ ഐഡൻറ്റിറ്റി. ദ പ്രോബ്ലം ഇസ് ദ റോങ് ഐഡൻറ്റിറ്റീസ്. മെൻ്റൽ ഹെൽത്തിന് നമ്മൾ കുട്ടികളോട് എന്താ പറയട്ടാ, ഞാൻ ശരിയല്ല, ഐ ആം നോട്ട് ഗുഡ്. ഈ മൈൻഡ് സെറ്റ് നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, എന്നോട് സംഭവിക്കില്ല, യു ആർ ഓൾറെഡി ടെല്ലിങ് യുവർ പവർഫുൾ മൈൻഡ് നോട്ട് പോസിബിൾ. പിന്നെ അത് ചെയ്യത്തില്ല. ഗിരീഷ് ബ്രദർ പറയുന്നുണ്ട് ലെഫ്റ്റ് ടു റൈറ്റ്, ലെഫ്റ്റ് ടു റൈറ്റ്, ലെഫ്റ്റ് ടു റൈറ്റ്, ഇറ്റ് വിൽ ലിസൺ. ഞാൻ എന്താ പറയുന്നത് കേൾക്കണം. ഞാൻ ഒരു പ്രാവശ്യം ആ മാനിഫെസ്റ്റേഷൻ മനസ്സിൽ വിട്ടു, ഇറ്റ് വിൽ ഡു. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ അത് ലെഫ്റ്റ് റൈറ്റ് ആയിക്കൊണ്ടിരിക്കും. അത് പിന്നെ നിങ്ങൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് വിൽ ഡു ഇറ്റ്. ഞാൻ നിങ്ങളോടാണ് സംസാരിക്കുന്നത്, ബട്ട് ദാറ്റ് വിൽ മൂവ് ലെഫ്റ്റ് ടു റൈറ്റ്. അറ്റ്ലീസ്റ്റ് വൺ ഗുഡ് തോട്ട്, എ സെൻസ് ഓഫ് ലാക്കിംഗ്. എനിക്ക് ബുദ്ധിയില്ല, എന്നോട് സംസാരിക്കാൻ അറിയില്ല, എനിക്ക് ആരോട് സംസാരിക്കാൻ അറിയില്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, എനിക്ക് ടീച്ചറോട് പോയിട്ട് സംസാരിക്കാൻ ഭയങ്കര പേടിയാണ്. ഞാൻ എൻ്റെ മനസ്സിൽ എന്താ ഞാൻ ചിന്തിക്കുന്നത് അത് വളരെ നല്ല പോലെ ഭംഗിയായിട്ട് വേറെ ആൾക്കാർക്ക് പറയാനുള്ള കഴിവില്ല. ഉണ്ടോ ഇല്ലയോ അറിയില്ല, ഞാൻ പറയാൻ എന്നോട് മൂവ് ചെയ്യല്ല, ഇറ്റ് വിൽ ഡു ഇറ്റ് ലൈക്ക് ദാറ്റ്. സോ വാട്ട് ഈസ് മൈ കോൺവെർസേഷൻ വിത്ത് മൈ മൈൻഡ്? ഞാൻ എങ്ങനെയാണ് എൻ്റെ മനസ്സോട് സംസാരിക്കുന്നത്? അവിടെയാണ് ബ്രഹ്മകുമാരീസ് പിക്ചറിൽ വരുന്നത്. ഞാനൊരു കാര്യം സൂചിപ്പിക്കാം. ഞാൻ ചെറിയ കുട്ടി കാലത്തിൽ ഭയങ്കരം കുസൃതി ചെയ്യുന്ന പാർട്ടിയായിരുന്നു. ഒരു മിനിറ്റ് ഇരിക്കൂല. ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഒരു പ്രാവശ്യം പറയുമ്പോൾ ആൾക്കാർ ഇപ്പോഴും കുസൃതി തന്നെയാണ്, അതിങ്ങനെ അനുസരണമൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ രാജയോഗിയാണ്. പറഞ്ഞു അല്ല. എൻ്റെ ടീച്ചറില്ലേ ഭയങ്കര സ്മാർട്ടായിരുന്നു. ടീച്ചറിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, 60 കുട്ടികളിൽ ഏത് കുട്ടിയാണ് ഏറ്റവും കുസൃതി ചെയ്യുന്ന അവനെ ശരിയാക്കിയാൽ ബാക്കി എല്ലാവരും, സോ ഷീ വിൽ ഓൺലി കൺട്രോൾ 1 or 2, ബാക്കി എല്ലാവരും ഓട്ടോമാറ്റിക്കലി ശരിയാവും. അങ്ങനെയാണല്ലോ? യെസ് ഓർ നോ? ദ മോമെന്റ് മൈ ടീച്ചർ വിൽ എൻ്റർ ഇൻ ടു മൈ ക്ലാസ്, ഷീ വിൽ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടില്ല, ഗിരീഷ് സോറി മാഡം, അരെ ഒന്നും ചെയ്യാതെ തന്നെ സോറി പറയാൻ തുടങ്ങി. എന്താ വെച്ചാൽ അങ്ങനത്തെ മൈൻഡ് സെറ്റ് ആയിരുന്നു. പിന്നെ മാഡം പറഞ്ഞു ഗിരീഷ്, അവർ മാഡം ഞാനൊന്നും ചെയ്തിട്ടില്ല. അരെ നീ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ ഞാനൊന്നും ചെയ്തിട്ടില്ല? അങ്ങനെ ആയിപ്പോയി നമ്മളുടെ ഇമേജ്. മാഡം ഞാനൊന്നും ചെയ്തിട്ടില്ല. ഗിരീഷിനെ കൺട്രോൾ ചെയ്താൽ ബാക്കി മൊത്തം ക്ലാസ് പിൻ ഡ്രോപ്പ് സൈലൻസ്. അങ്ങനെയായിരുന്നു ഗിരീഷും ടീച്ചറും. ഒരു ദിവസം മാഡം പഠിപ്പിക്കുമ്പം ഓഫീസ് സ്റ്റാഫിൽ നിന്ന് ഒരാൾ വന്നു, മാഡമോട് എന്തോ സംസാരിച്ചു. മാഡം നാം കുട്ടികളോട് പറഞ്ഞു, കുട്ടികളെ പ്ലീസ് മെയിൻറ്റെയിൻ സൈലൻസ്, ഇപ്പുറത്തപ്പുറത്ത് ക്ലാസ് നടക്കുന്നുണ്ട്, ഞാൻ ഇപ്പം പോയിട്ട് പ്രിൻസിപ്പൽ സാറിനെ കണ്ടിട്ട് എന്തോ എമർജൻസി ഉണ്ട്, കണ്ടിട്ട് ഇമ്മീഡിയറ്റ്ലി തിരിച്ചു വരാം, ഓക്കെ? ഒച്ച ഉണ്ടാക്കാൻ പാടില്ല. ഞാൻ അവിടെ നിന്നിട്ട് പറഞ്ഞു മാഡം പ്ലീസ് പോ, തിരിച്ചു വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഒച്ചയാക്കുകയില്ല, വി വിൽ മെയിൻറ്റെയിൻ സൈലൻസ് എന്ന പോലും ഒച്ച വരത്തില്ല, പ്ലീസ് ഗോ. മാഡമിന് മനസ്സിലായി ഇയാളാണ് എന്ന ബുദ്ധിമുട്ട്. പറഞ്ഞു ഗിരീഷ്, ഞാൻ പറഞ്ഞു ഐ എം സോറി മാഡം. മാഡം പറഞ്ഞു ഗിരീഷ്, ഞാൻ പറഞ്ഞു മാഡം ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞു പോയി കഥ, ഇനി തല്ലേ കിട്ടുള്ളൂ. ഞാൻ പേടിച്ച് മാഡമിൻ്റെ അടുത്ത് പോയി. പത്താം മാഡം എന്താ ചെയ്തത് പറയട്ടെ? എന്നോട് പറഞ്ഞു ഗിരീഷ്, ഞാൻ നിന്നെ തിരിച്ചു വരുന്നവരെ ഞാൻ നിന്നെ മോണിറ്റർ ആക്കുവാന്ന്, യു മൈൻഡ് ദ ക്ലാസ്. ഞാൻ ഇമ്മീഡിയറ്റ്ലി കോൺഗ്രസ് വിട്ടിട്ട് BJP ജോയിൻ ചെയ്തു. സോറിയാ, കേരള ഇസ് വെരി ഹൈലി പൊളിറ്റിസൈസ്ഡ്, സോറി. അതുകൊണ്ട് ഞാൻ CPIM ബാക്കിയൊന്നും എടുത്തിട്ടില്ല പേര്. നമ്മളുടെ ഐഡിയോളജി ഒന്നുമല്ല, എവിടെയാ നമുക്ക് ഫായദ ലാഭം അവിടെ.
ഗിരീഷ് കുട്ടികളുടെ കൂടെ ഇരുന്നപ്പം എൻ്റെ ഐഡിയോളജി ആയിരുന്നു കുസൃതി കുസൃതി കുസൃതി. ഇനി ഞാൻ ഐഡിയോളജി ചേഞ്ച് ചെയ്തു. ഇനി ഞാൻ ആരും കുസൃതി ചെയ്യാൻ വിടത്തില്ല. ഇമ്മീഡിയറ്റ്ലി ഐ ചേഞ്ച് മൈ ഐഡിയോളജി. യു ഡോണ്ട് ബിലോങ് ടു എനി ഐഡിയോളജി. എവിടെയാന്ന് ലാഭം, സ്വിച്ച് ഓവർ. പിന്നെ മാഡം എൻ്റെ കയ്യിൽ ബ്രഹ്മാസ്ത്രം തന്നു. ബ്രഹ്മാസ്ത്രം ടാർഗറ്റ് അച്ചീവ് ചെയ്യും, അത് വ്യർത്ഥം പോവില്ല. മാഡം എൻ്റെ കയ്യിലൊരു ചോക്ക് പീസ് തന്നു. ബ്ലാക്ക് ബോർഡിൽ 1 2 3 എല്ലാം എഴുതി. പിന്നെ മാഡം പറഞ്ഞു, ഞാൻ വരുന്നവരെ ഏത് കുട്ടി ഒച്ച ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ പേര് എഴുതിയാൽ മതി, പിന്നെ ഞാൻ കാണിച്ചു കൊടുക്കാം. ഹീമാൻ ആൻഡ് ദ മാസ്റ്റർ ഓഫ് ദ യൂണിവേഴ്സ്. എൻ്റെ ജീവിതത്തിൽ ഭയങ്കരധികം ശക്തി ഫീൽ ആവാൻ തുടങ്ങി. മാഡം പോയി. ഞാൻ എൻ്റെ കണ്ണിൽ ടെലിസ്കോപ്പ്, മൈക്രോസ്കോപ്പ്, ഹൊറോസ്കോപ്പ് ഇല്ല, ജീവിതത്തിൽ മൊത്തം സ്കോപ്പ് ഇട്ടിട്ട് ഇങ്ങനെ സ്കാൻ ചെയ്യാൻ തുടങ്ങി. MRIയും CT സ്കാനും. പിന്നെ അവിടെ രാഹുൽ കൈ തല താഴെയാക്ക്, സംസാരിക്കാൻ പാടില്ല, ഇല്ലെങ്കിൽ ഞാൻ നിന്റെ പേര് എഴുതും. രാഹുലിന്റെ 6 എഴുതി. അപ്പൊ രാഹുൽ പറയും, ഗിരീഷ് സോറി എൻ്റെ പേര്. ദൈവമേ, ജീവിതത്തിൽ പരമാനന്ദത്തിന്റെ അനുഭവം ജീവിതത്തിൽ ഫസ്റ്റ് ടൈം എനിക്ക് കിട്ടി. ഓഹോ, ദ ഹോൾ ക്ലാസ് ഇസ് ഇൻ മൈ കൺട്രോൾ. പിന്നെ ഇവിടെ സ്മിത, ഞാൻ എഴുതി, സ്മിത ഹെഡ് ഡൗൺ ഡോണ്ട് ടോക്ക്. ഇല്ല ഗിരീഷ്, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഓഹോ, എന്താ സുഖത്തിന്റെ അനുഭവം. മൈൻഡ് ദ ക്ലാസ്. 22 വയസ്സില് 1997 ബൈ മിസ്റ്റേക്ക് ഞാൻ ബോംബെയിൽ ബ്രഹ്മകുമാരീസിൽ വന്നു. എൻ്റെ ചേട്ടൻ എന്നോട് പറഞ്ഞു, ഒന്ന് മെഡിറ്റേഷൻ എല്ലാം ചെയ്യും. ഞാൻ പറഞ്ഞു ഓക്കെ. അവിടെ ഒരു വൃദ്ധമായ ഒരു മാതാജി, സ്ത്രീ, ഈ മീന സിസ്റ്റർ മാതിരി യങ് സിസ്റ്റർ ഒന്നല്ല, ഒരു ഭയങ്കര ഓൾഡ് ഏജ് വിമൻ, ഒരു വൈറ്റ് സാരിയിൽ ഇരുന്നിട്ട് പറയും, ഞാൻ നിങ്ങൾക്ക് മെഡിറ്റേഷൻ പഠിപ്പിക്കാം. ഞാൻ പറഞ്ഞു ഓക്കെ. പിന്നെ അവരെന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ദാറ്റ് ടേൺഡ് മൈ മൈൻഡ്. ഞാൻ ഭാഗവതഗീത പഠിച്ചിട്ടുണ്ട്. അച്ഛൻ കുറെ ഭക്തി, അയ്യപ്പൻ്റെ ഭയങ്കര പരമഭക്തനായിരുന്നു. ഞാൻ 9ാം ക്ലാസ്സിൽ ശബരിമല പോയി, അങ്ങനെ കുറെ ചെയ്തിട്ടുണ്ട് ഭക്തിയെല്ലാം. പക്ഷെ ഈ മാതാജി പറഞ്ഞത്, അതെനിക്ക് ഇവിടെ ഇറ്റ് ഹിറ്റ് മീ വെരി പവർഫുൾ. Chapter 6 വേർഡ്സ് 5 and 6 of the Bhagavad Gita. അർജുനോട് പറയുന്നുണ്ട് ശ്രീകൃഷ്ണൻ. I'll give you one reference. മഹാഭാരത യുദ്ധത്തിൽ ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞിട്ടുണ്ട്, കർമ്മം ചെയ്യ്, യുദ്ധ ചെയ്യ്. അങ്ങനെയല്ലേ? 701 ശ്ലോകം ഉണ്ട് ഗീതയിൽ. അതിൽ 574 ശ്ലോകം is ഭഗവാൻ വാച്ച്, ഭഗവാൻ ചൊല്ലത്. റെസ്റ്റ് ഇസ് ഓർ അർജുൻ വാച്ച, ധൃതരാഷ്ട്ര വാച്ച്, സഞ്ജയ് വാച്ച്. 574 ഗീത ശ്ലോകത്തിൽ ഒരു ശ്ലോകത്തിലും കൃഷ്ണൻ അർജുനോട് പറഞ്ഞിട്ടില്ല, നിന്റെ എനിമി നമ്പർ 1, എനിമി ശത്രു, നിന്റെ ശത്രു നമ്പർ 1 ദുര്യോധനാണ്. ദുര്യോധൻ പേരേ ഇല്ല. എന്താ പറഞ്ഞത് പറയട്ടെ? ശത്രു നമ്പർ 1. 1 full chapter is on mind. നിന്റെ ഫിക്കൽ മൈൻഡ്, നിന്റെ വ്യർത്ഥമായ മനസ്സ്, നിന്റെ ഏറ്റവും വലിയ ശത്രു കാമം, ക്രോധം. Chapter 6 verse 5 and 6. നിങ്ങൾ മഹാഭാരതം എല്ലാം കണ്ടിട്ടുണ്ടല്ലോ, കേട്ടിട്ടുണ്ടല്ലോ, TV കണ്ടിട്ടുണ്ടല്ലോ. എവിടെയെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അർജുൻ്റെ ക്യാരക്ടറിൽ അർജുനൻ കാമിയായിരുന്നു, ക്രോധിയായിരുന്നു, ചീത്ത മനുഷ്യനായിരുന്നു? ഹലോ, ഇല്ലല്ലോ. ആരാന്ന് ഈ അർജുനൻ? ആരാന്ന് ശ്രീകൃഷ്ണൻ? ആരാ സംസാരിക്കുന്നത്? ഞാൻ മാത്തമാറ്റിക്സിൽ 100ൽ 100 കിട്ടുന്നുണ്ട്. അമ്മ എന്നോട് പറയാന്ന്, നീ മാത്തമാറ്റിക്സ് പഠിക്കടാ. ഞാൻ അമ്മയോട് പറയും, താങ്കൾ പോയിട്ട് പഠിക്കും. 100ൽ 100 കിട്ടിയിട്ടില്ലേ, പിന്നെ എന്തിനാ മാത്തമാറ്റിക്സ്? അർജുൻ വാസ് ഗുഡ്. ദ ഹോൾ 5 പാണ്ഡവാസ് വെർ വെരി ഗുഡ്. പാപമായിരുന്നു അവരെപ്പോഴും ധർമ്മം പറഞ്ഞിട്ട് ജനിച്ച മുതല് അവർ കൗരവവും പിന്നെ ശക്കുനിയും പിന്നെ ധൃതരാഷ്ട്രവും അവര് കുറെ കഷ്ടപ്പെട്ട് അവർക്കല്ല ജ്ഞാനം കൊടുക്കുന്നത്. അർജുനോടാ പറയുന്നത്, നിന്റെ മനസ്സ് ശരിയാക്ക്, നീ ക്രോധം കുറവാക്ക്. എവിടെയായിരുന്നു ക്രോധി? അർജുനൻ. ആരാ നീ അർജുൻ?
ദാറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ് ഈസ് ഫോർ യു ആൻഡ് മീ. എൻ്റെ മനസ്സ് അതിൽ ദേഷ്യം വരുന്നുണ്ട്, അതിൽ ദേഹബോധം വരുന്നുണ്ട്. ഞാൻ അച്ഛൻ, ഞാൻ ഗിരീഷ്, ഞാൻ സ്പീക്കർ. എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഏത് സ്പീക്കറാണ്. അഹുജന്റെ സ്പീക്കറാണോ, സോണീന്റെ സ്പീക്കറാണോ, JBLന്റെ സ്പീക്കറാണോ? ഞാൻ ഒരു നല്ല ആത്മാവ് അവിടെ അത് മാറിയിട്ട് ഓം ശാന്തിയെ മൊത്തം കഥ തന്നെ തീർന്നു. You are so conscious of what you do. You are not conscious of what you are. ഈ do, get ആണ് പ്രോബ്ലം. ഞാൻ എഞ്ചിനീയർ. ഹലോ, നിങ്ങൾ എഞ്ചിനീയർ അല്ല, എഞ്ചിനീയറുടെ ജോലി ചെയ്യുന്ന ആളാണ്. ഞാൻ ഡോക്ടർ. അല്ലോ, നിങ്ങൾ ഡോക്ടർ അല്ല. നിങ്ങൾ ഒരു പേഷ്യൻറ്റിനെ ശരിയാക്കുന്ന നിങ്ങൾക്ക് ആ കഴിവുണ്ട്. നിങ്ങൾ ആരാണ്? ആ ചെറുപ്പം കാലം മുതൽ ഈ കുട്ടികളോട് നമ്മൾ തെറ്റ് പ്രോഗ്രാമിംഗ് ആണ്. ഇറ്റ്സ് ഓൾ റോങ് മൈൻഡ് സെറ്റ്. മൈൻഡിൽ എങ്ങനത്തെ സെറ്റ് വരുന്നുണ്ട്. അമ്മ അച്ഛൻ നിങ്ങളോട് എന്താ പറയുക, റിക്വസ്റ്റ് ആണ്, കൈ ഹോൾഡ് ചെയ്തിട്ട് റിക്വസ്റ്റ് ആണ്, പ്ലീസ് കുട്ടികളുടെ മനസ്സിൽ നെഗറ്റീവ് ഫീഡ് കൊടുക്കാൻ പാടില്ല. പഠിക്കടാ ഇല്ലെങ്കിൽ നിന്റെ ജീവിതം വ്യർത്ഥമാവും. തെറ്റാണ് പറയുന്നത്. യു ഹാവ് ടു ബി ട്രൂ, റൈറ്റ് കാര്യം പറ. മോനെ പഠിക്കേ. അമ്മ അച്ഛൻ്റെ അടുത്ത് ഇത്ര സമ്പാദ്യമൊന്നുമില്ല, നിനക്ക് ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ, സ്റ്റാർട്ടപ്പ് ചെയ്യാൻ, എനിക്ക് വേണ്ടിയിട്ട് പേയ്മെൻറ്റ് സീറ്റ് ചെയ്യാനുള്ള നമ്മളുടെ അടുത്ത് കഴിവില്ല. ഞാൻ ഇതുവരെ സമ്പാദിച്ചിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ചെയ്തത്. നീ പഠിക്കും. പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നിനക്ക് നല്ല ജോലി കിട്ടത്തില്ല. നല്ല ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ നല്ലോണം സമ്പാദിക്കാൻ പറ്റത്തില്ല. നല്ലോണം സമ്പാദിച്ചിട്ടില്ലെങ്കിൽ 1.5 ലക്ഷത്തിൻ്റെ ആപ്പിൾ ഫോൺ നിനക്ക് വായിക്കാൻ പറ്റത്തില്ല. സമ്പാദിച്ചിട്ടില്ലെങ്കിൽ നീ പിന്നെ ഇവിടുന്ന് കോയമ്പത്തൂർന്ന് ഡൽഹി വരെ ഫ്ലൈറ്റിൽ പോകാൻ പറ്റത്തില്ല. നീ സെക്കൻഡ് ക്ലാസ് റെയിൽവേ കമ്പാർട്ട്മെൻറ്റിൽ ഇരുന്നിട്ട് സ്ലീപ്പർ ക്ലാസ്സിൽ പോകേണ്ടി വരും. പിന്നെ നീ 1 കോടിൻ്റെ മെർസിഡീസ് ബെൻസ് വാങ്ങിക്കാൻ പറ്റത്തില്ല. പിന്നെ നീ 80,000 രൂപേൻ്റെ ഹീറോ ഹോണ്ട ബൈക്കിൽ പോയാൽ മതി, വെയിലും മഴയും എല്ലാം കൊണ്ടിട്ട്. അത് ഫാക്റ്റാണ്. നിന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോവും. ഈ കുട്ടി എന്താ ചെയ്യുന്നത് പറയട്ടെ. 10ാം ക്ലാസ്സിൽ റിസൾട്ട് നല്ല വന്നിട്ടില്ലെങ്കിൽ അമ്മേൻ്റെ സാരി എടുത്തിട്ട് ഇനി ജീവിതം ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ അമ്മ അച്ഛൻ ടീച്ചർ ഇതേന്ന് പറയുന്നത്, പഠിക്കടാ ഇല്ലെങ്കിൽ നിന്റെ ജീവിതം. മാർക്സ് ഇസ് നോട്ട് ജീവിതം. മാർക്സ് ഇസ് ഈക്വൽ ടു ജീവിതം ഇസ് യുവർ പ്രോഗ്രാമിംഗ്. നിങ്ങൾ പറഞ്ഞു കൊടുക്കുവാണ് ആ കുട്ടിക്ക് ജീവിതമാണ്. മാർക്സ്. പ്ലീസ് ഡു ദ റൈറ്റ് പ്രോഗ്രാമിംഗ്. അമ്മ അച്ഛൻ ടീച്ചർ സൊസൈറ്റി. ബ്രദർ പറഞ്ഞു ഇതൊരു ഫാമിലിയാണ്. ഈ ദൈവം ശിവ ഭഗവാൻ പരമാത്മാവ് ഗിരീഷ് ഭായിന്റെ മനസ്സ് ചേഞ്ച് ചെയ്യാണ്. എന്താ വെച്ചാൽ അവിടെ കുറെ കാര്യങ്ങൾ എല്ലാം നെഗറ്റീവ്. ഇന്ന് ഗിരീഷ് ഭായിക്ക് പേടിയില്ല, എന്തായിട്ടും പേടിയില്ല. എന്താ വെച്ചാൽ പേടിച്ചിട്ട് എന്തെങ്കിലും ശരിയാവാൻ പറ്റാനുള്ള എന്താ പറയുക റൈറ്റ് പ്രോഗ്രാമിംഗ് ആണോ? പേടിച്ച് ചെയ്താൽ നിങ്ങളുടെ കാര്യം അധികം സഫലമാവോ, ഓർ ഇറ്റ് വിൽ ബിക്കം മോർ വേഴ്സ്. But what we are operating our mind from is fear. But I want to be successful in life. No, as is your mind will happen. അവിടെ ചേഞ്ച് ചെയ്യണം. And the only way, one of the only way is to channelize your thought process consciously, purposefully. ഞാനത് ചെയ്യാൻ പറ്റും. ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് റെസിഡൻറ്റ് മെഡിക്കലിൻ്റെ കുട്ടികളെ നമ്മൾ പ്രോഗ്രാം ചെയ്യും, ഓൺലൈൻ പ്രോഗ്രാം. അത്ര ബിസി, അത്ര സ്ട്രെസ്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിക്കുന്ന ഒരു കുട്ടി അവരെന്താ പറയുന്നത് പറയട്ടെ. സർ, ഞാൻ നാഷ്ത പോലും ഓട്ടീൻ്റെ അകത്തുനിന്നാണ് കഴിക്കുന്നത്, പുറത്തു വരാനില്ല. അപ്പോഴത്തേക്ക് 2ാമത്തെ പേഷ്യൻ്റ് വന്നു മെഡിക്കൽ കോളേജിൽ. എൻ്റെ റെസിഡൻറ്റ് ഡോക്ടറും സീനിയേഴ്സും അവർ പറയും നീ ചെയ്. ഗ്ലൗസ് മാറി 2 ഭക്ഷണം കഴിച്ച് അപ്പത്തെ 2ാമത്തെ പേഷ്യൻറ്റിനെ കൊണ്ടുവന്നു, പ്രഗ്നൻറ്റ് പേഷ്യൻറ്റിനെ. അവർ പ്രിപ്പയർ ചെയ്യുമ്പോൾ പിന്നെ ഗ്ലൗസ് ഇട്ടിട്ട് പിന്നെ കുട്ടീനെ ഡെലിവർ ചെയ്തു. പിന്നെ ശ്വാസം എടുക്കാൻ സമയമില്ല. അത്ര സ്ട്രെസ്സാണ്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്തു. പ്രോഗ്രാം എന്താ ചെയ്തത്? ഞാൻ മനസ്സ്
എങ്ങനെ ഈ മനസ്സിന് എൻ്റെ കൂട്ടുകാരനാക്കാൻ പറ്റുമോ? ക്യാൻ യു മേക്ക് യുവർ മൈൻഡ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? ആരാണ് ബെസ്റ്റ് ഫ്രണ്ട്? ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞാട്ടെ. വിചാരിച്ചോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ബെസ്റ്റ് ഫ്രണ്ട് മേ നോട്ട് ബി ഏബിൾ ടു ഹെൽപ്പ് മീ ഡയറക്ട്ലി. അച്ഛൻ എനിക്ക് 1,00,000 രൂപ തന്നു, മോനെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞു ഓക്കെ. ബാങ്കിൽ എത്തുമ്പോഴത്തേക്കും മനസ്സിലൊരു ഐഡിയ വന്നു, ഈ 1,00,000 രൂപ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ഞാൻ 1,00,000ൻ്റെ 1,400,000 രൂപ ബെനിഫിറ്റ്. അച്ഛൻ്റെ ബാങ്കിൽ 1,00,000 രൂപ, 25,000 രൂപ ഞാൻ ഇട്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോഴത്തേക്കും നമ്മളുടെ ഡൊണാൾഡ് ട്രംപ് 125% ടാരിഫ് പറഞ്ഞിട്ട് കടാ ഡോ ജോൺസും താഴെ വീണു, ലണ്ടൻ സ്റ്റോക്ക് മാർക്കറ്റും താഴെ വീണു, BSEയും NSEയും തടാന്ന് താഴെ. അച്ഛൻ്റെ 1,00,000 രൂപ തിരിച്ച് 60,000 25,000 രൂപ എക്സ്ട്രാ വെച്ചിട്ട് ഇത് 40 പോയി. ഞാൻ പറഞ്ഞു പോയി. പിന്നെ അച്ഛൻ പറയും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൊണ്ടുപോകും. അപ്പൊ അച്ഛന് മനസ്സിലാവുമല്ലോ, ദൈവമേ ഞാൻ എന്താ ചെയ്യണ്ടേ. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചു, ഫ്രണ്ടോട് കാര്യം പറഞ്ഞു. ഫ്രണ്ടോട് നമ്മളെല്ലാ കാര്യം പറയും. എന്തുകൊണ്ട്? എന്താ വെച്ചാൽ ഫ്രണ്ട് നമ്മളെ ജഡ്ജ് ചെയ്യൂല, ഫ്രണ്ട് നമ്മളെ ചീത്ത പറയത്തില്ല, ഫ്രണ്ട് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യത്തില്ല. ഫ്രണ്ട് എന്താ പറയട്ടെ, ഇനി എന്താ ചെയ്യാ, ആരോടാ നമ്മൾ ഷെയർ ചെയ്യുന്ന കക്ഷിക്കൊന്നും അറിയില്ല. ആരുടെ അടുത്ത സൊല്യൂഷൻ, അറ്റ്ലീസ്റ്റ് യു ഷുഡ് ആസ്ക് സംബഡി ഹു കൻ ഹെൽപ്പ് മീ. ഐ ആം ആസ്കിങ് വൺ. എൻ്റെ ഫ്രണ്ട് പറയാ, ഇനി എന്താ ചെയ്യാ, നീ ഇങ്ങനെ ചെയ്തുവല്ലോ, ഞാൻ പോലും വിചാരിക്കാൻ പറ്റത്തില്ല. നീ നല്ല അച്ഛൻ്റെ മോനെ ഞാൻ വിചാരിച്ച നീ എടാ എന്താ ചെയ്യാ അത് പറയും. I lost 40,000 rupees. ഫ്രണ്ട് പറയാണ്, എൻ്റെ അടുത്ത് കഷ്ടിച്ച് 2,300 ചില്ലറ രൂപയുണ്ട്, അത് വേണമെങ്കിൽ ഞാൻ തരാം. നിന്റെ 2,000 രൂപ ഇട്ടിട്ട് കാര്യമില്ല, എനിക്ക് 40,000 രൂപ വേണം. അപ്പം ഫ്രണ്ട് പറയാ, എന്തായാലും നീ എൻ്റെ അടുത്ത് വാ, നമ്മൾ പോയിട്ട് 2 ചെയ്യാം. എന്താ പറയാ, മലയാളത്തിൽ എനിക്ക് ഡയലോഗ് അറിയില്ല. ठीक है, चल 2 लगा के आते हैं, हिंदी में. ठीक है, 2 लगा के आते हैं मतलब ചായ ബിസ്ക്കറ്റ് കഴിക്കിട്ട് വരാ. എന്ത് നിങ്ങൾ വേറെ എന്തോ വിചാരിക്കുക, അതൊന്നും അല്ല ഞാൻ പറയുന്നത്. ठीक है, ചായ പലഹാരം കഴിക്കാം, പിന്നെ നമ്മൾ വിചാരിച്ച് നോക്കാം. ഞാൻ പോയി ചായയും പലഹാരം എല്ലാം കഴിഞ്ഞ് ഡിസ്കഷൻ ചെയ്യാം. അപ്പം എൻ്റെ ഫ്രണ്ട് എന്താ പറയട്ടെ, അതെല്ലാം വിട്, നിനക്കറിയാം ഇന്ത്യ ഇംഗ്ലണ്ടിൻ്റെ കൂടെ തോറ്റു, നമ്മൾ ജയിക്കുന്ന പൊസിഷനിലായിരുന്നു. ആ ജയ്സ്വാൾ 4 ക്യാച്ച് വിട്ടു, പിന്നെ എന്ത് പറ്റി? അവർക്കറിയാം ഗിരീഷിന് കുറച്ച് ക്രിക്കറ്റിന് ഇൻട്രസ്റ്റ് ഉണ്ട്, കുറച്ച് മൂവീസ് ഇൻട്രസ്റ്റ് ഉണ്ട്, കുറച്ച് പൊളിറ്റിക്സിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇവരെന്നെ ഇങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് 1/2 മണിക്കൂർ 2 മണിക്കൂർ നമ്മൾ ക്രിക്കറ്റ്, നാട്ടുവിഷയം, ഈ വിഷയം ആ വിഷയം എല്ലാം ചർച്ച ചെയ്തു. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടോട് എന്താ പറയട്ടെ, താങ്ക് യു, എൻ്റെ മനസ്സ് വളരെ റിലാക്സ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രോബ്ലമിൻ്റെ സൊല്യൂഷൻ വന്നിട്ടില്ല, ബട്ട് മൈ മൈൻഡ് ഈസ് അറ്റ് ഈസ് ആൻഡ് അറ്റ് പീസ്. പിന്നെ നമ്മൾ ഡിസൈഡ് ചെയ്തു, നാളെ ഇവനും വരും എൻ്റെ കൂടെ, 2 പേരും അച്ഛനോട്ട് പറയും ഇങ്ങനെ സംഭവിച്ചു. എന്താ വെച്ചാൽ ഫ്രണ്ട് പറഞ്ഞു, അച്ഛനാണ് 2 ദിവസം കുറച്ച് ചീത്ത പറയും, പിന്നെയും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യും, ഡോണ്ട് വറി, അച്ഛനല്ലേ, തെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ചീത്തയെല്ലാം കേൾക്കണ്ടല്ലേ. ഞാൻ പറഞ്ഞു ഹാ ടീക്ക്. My mind, which was ruminating and constantly thinking about അച്ഛൻ 40,000 എന്ത് ഈ ഫ്രണ്ട് എൻ്റെ മനസ്സ് എന്ത് ചെയ്തു, കുറച്ച് ഡൈവേർട്ട് ചെയ്തു. സമാധാനം ഇതുവരെ കിട്ടിയിട്ടില്ല പ്രശ്നത്തിൻ്റെ, ബട്ട് സ്റ്റിൽ ഐ ആം ഫീലിംഗ് കംഫർട്ടബിൾ. യെസ്, കറക്റ്റ്. നിങ്ങളങ്ങനെ കുറേ പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇമോഷണൽ സപ്പോർട്ട്, യുവർ പ്രസൻസ്, യുവർ ഗുഡ് വേർഡ്സ്, യുവർ യെസ് ഓർ നോ. അമ്മയും ഒരു ഫ്രണ്ട് ആവാം കുട്ടിക്ക്, അച്ഛനും ഒരു ഫ്രണ്ട് ആവാം മകന് വേണ്ടിയിട്ട്. ഹസ്ബൻഡ് ക്യാൻ ബി എ ഫ്രണ്ട് ടു ദ വൈഫ്, വൈഫ് ക്യാൻ ബി എ ഫ്രണ്ട്. സോ ഇറ്റ് കുഡ് ബി ബിറ്റ്വീൻ എനി 2 people. യു ക്യാൻ ബി ഫ്രണ്ട്ലി ടു ഈച്ച് അതർ. യെസ്, ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. വിചാരിച്ചോ എൻ്റെ ജീവിതത്തിൽ എന്തോ സംഭവിച്ചു, തെറ്റായിട്ട് സംഭവിച്ചു, നഷ്ടം വന്നു, വരാൻ പാടില്ല,
പക്ഷെ വന്നു, മൈ മിസ്റ്റേക്ക്, ഞാൻ ആ സമയം ബുദ്ധി യൂസ് ചെയ്തില്ല. സോ ദർ ഈസ് എ പ്രോബ്ലം ഇൻ മൈ ലൈഫ്. ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ക്യാൻ മൈ മൈൻഡ് ബിക്കം മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഡൈവേർട്ട്? ഗിരീഷ്, ഡോണ്ട് തിങ്ക് അബൌട്ട് ഇറ്റ്, ചൽ, പോസിറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ്. ഫ്രണ്ട് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ, നല്ല കാര്യം. വിചാരിച്ചോ ഫ്രണ്ടിന്റെ ആവശ്യം, ഇപ്പൊ ഫോൺ എടുക്കുന്നില്ല, ഞാൻ 10 പ്രാവശ്യം ഫോൺ ചെയ്തു, സ്വിച്ച്ഡ് ഓഫ് സ്വിച്ച്ഡ് ഓഫ് സ്വിച്ച്ഡ് ഓഫ്. ക്യാൻ യുവർ മൈൻഡ് ബിക്കം എ പ്ലസന്റ് പേഴ്സൺ ടു യു? ടക്ലു, ഡോണ്ട് വറി, ചായ കുടിച്ചിട്ട് വരാം, ഐ ലൈക്ക് യു. ഫ്രണ്ട് പറഞ്ഞു, കെട്ടിപ്പിടിച്ചു, ചെറിയ കുട്ടി കരയാന്ന്, അപ്പം അമ്മ കെട്ടിപ്പിടിച്ചു, കണ്ണെല്ലാം തുടച്ചു. ഓ, നീ കരയേണ്ട ആവശ്യമില്ല, നിനക്ക് ഞാൻ ദോശ ഉണ്ടാക്കി തരാം. ആഹാ, സ്റ്റോപ്പ് ക്രൈങ്, ചലോ ദോശ കഴിച്ചിട്ട് വരാം, ഐസ്ക്രീം കഴിച്ചിട്ട് വരാം. ക്യാൻ യുവർ മൈൻഡ് ചേഞ്ച് ദ തോട്ട്സ്? ഹലോ, മനസ്സിലാവുന്നുണ്ടോ? എവിടെയാ പ്രശ്നം പറയട്ടെ? മാസ്റ്ററിങ് ദ മൈൻഡ് ഇമ്പോർട്ടൻ്റ് അല്ല. അതിൻ്റെ മുമ്പേ ഞാൻ, എൻ്റെ മനസ്സ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, പോസിറ്റീവ് 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 ചിന്തിക്കാൻ പറ്റുമോ? അതിൻ്റെ ട്രെയിനിങ് വേണം. എന്താ ട്രെയിനിങ് വേണ്ട പറയട്ടെ? അമ്മ എന്നോട് എന്താ പറഞ്ഞത് പറയട്ടെ? എന്നോട് പറഞ്ഞു 2 മിനിറ്റ് നമ്മൾ ദൈവത്തിന് ഓർത്തിട്ട് പിന്നെ മെഡിറ്റേഷൻ ക്ലാസ് ചെയ്യാം. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാനിരുന്നു. ഇതുവരെ ഞാൻ എന്താ പഠിച്ചത്? മൈൻഡ് ദ ക്ലാസ്, മൈൻഡ് ദ ക്ലാസ്, മൈൻഡ് അതേഴ്സ്. അവരെന്താ ചെയ്യുന്നത്, അവരെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, അവരിങ്ങനെ ചെയ്യാൻ പാടില്ല, അവരെന്തിനാ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അവർക്ക് എത്രമാത്രം ചെയ്തു, അവരെന്താ ഇങ്ങനെ ചെയ്തിട്ടില്ല. ആ അമ്മ എന്നോട് പറഞ്ഞു 2 മിനിറ്റേക്ക് മിസ്റ്റർ ഗിരീഷ്, ഇംഗ്ലീഷിലാണ് പറഞ്ഞത്, മൈൻഡ് യുവർ ഓൺ മൈൻഡ്. അത് ഞാൻ പഠിച്ചിട്ടില്ല. വേറെ ആൾക്കാരെന്താ ചെയ്യുന്നത് അതേ ഞാൻ കണ്ടിട്ടുള്ളൂ. യു ഡിഡ് നോട്ട് ചേഞ്ച് യുവർ ഫോക്കസ് ഓൺ ടു യുവർ ഓൺ മൈൻഡ്. Can you observe my mind? ഇവിടെ വരുമ്പം നിങ്ങൾ ഇന്ന് ഈ ഡ്രസ്സ് ഇടണം, കുളിച്ചിട്ട് ചന്ദ്രൻ തൊട്ട് ജൈവിത്ര പൂജിച്ചിട്ട് നല്ല വേഗം വേഗം നാഷ്ത കഴിച്ചിട്ട് ഇവിടെ വരെ എത്താൻ വേണ്ടിയിട്ട് ബസ്സോ കാറോ ഹസ്ബൻഡോ കുട്ടിയോട് പറഞ്ഞു. എത്ര പ്രിപ്പറേഷൻ ചെയ്തു? ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, മനസ്സിൽ എന്ത് പ്രിപ്പറേഷൻ ചെയ്തു ഇവിടെ വരാൻ? മനസ്സിൻ്റെ ഏത് മേക്കപ്പ് ചെയ്തു? മനസ്സിനെന്ത് കുളിപ്പിച്ചു? മനസ്സിനെന്ത് കഴിപ്പിച്ചു? മനസ്സിനെന്തിന് പ്ലാനിങ്? അത് നമ്മളുടെ ജീവിതത്തിൽ എജൻഡയിലേ ഇല്ല. പിന്നെ മനസ്സ് വിതറി, ഇഫ് ഇറ്റ് ഈസ് വീക്ക്, ഡയറക്ട്ലി പോവുക സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത്. അവിടെ പോകേണ്ട ആവശ്യമില്ല. ബിഫോർ ഹാൻഡ് ഓൺലി നമ്മൾ എൽഡേഴ്സ് ഷുഡ് ട്രെയിൻ ദീസ് ചിൽഡ്രൻ. മൈൻഡ് യുവർ ഓൺ മൈൻഡ്. ഞാൻ എന്നോട് എന്താ സംസാരിക്കുന്നത്? എൻ്റെ വീട്ടിൽ കുറച്ച് മൂത്തവർ വന്നു. ഞാൻ അവരോട് ഹിന്ദിയിൽ ചോദിച്ചു, തും ലോഗ് ഇത്നാ ലേറ്റ് ക്യൂ ആയേ? കുറച്ച് ലേറ്റായി അവർ. ഇത് കേട്ടപാട് അമ്മ എനിക്ക് 2 തല്ല്. എന്താ വെച്ചാൽ മൂത്തവര് ഹിന്ദിയിൽ തും പറയാൻ പാടില്ല, ആപ്പ് പറയണം, ബഹുമാനം കൊടുക്കണം. അമ്മ, അച്ഛൻ, ടീച്ചർ, വേറെ ആൾക്കാരോട് എങ്ങനെ സംസാരിക്കണം, ഏത് ഭാഷ യൂസ് ചെയ്യണം, ഏത് വേർഡ് യൂസ് ചെയ്യണം, അതിൻ്റെ തല്ല്. ഒരു അമ്മ, ഒരു അച്ഛൻ ഒരു കുട്ടിയോട് പറയുന്നില്ല, മോനെ നെക്സ്റ്റ് 5 മിനിറ്റ്സ് നീ നിന്നോട് എന്താ സംസാരിക്കുന്നത്, അതിൻ്റെ ട്രെയിനിങ് ഞാൻ തരാം. വേറെ ആൾക്കാരോട് എന്താ സംസാരിക്കുന്ന, അതിന് അടി. ഈ ശബ്ദം യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ പറയണം, നീ എങ്ങനെ ലേറ്റ് വന്നു അത് പറയാൻ പാടില്ല. നിങ്ങൾ മനസ്സിലായോ? മനസ്സിലായി, അറിയത്തില്ല. ഒരു അമ്മ, അച്ഛൻ, ഒരു കുട്ടി, ഒരു ടീച്ചർ, ഒരു കുട്ടി, പ്രൈമറി സ്കൂൾ ടീച്ചർ ഇല്ലെങ്കിൽ കോളേജിന്റെ കുട്ടികൾ ഇരുന്നിട്ട് ഓക്കെ സെറ്റ്, തിങ്ക് വാട്ട് യു ആർ തിങ്കിങ് ആൻഡ് ചേഞ്ച് ദ ലാംഗ്വേജ് ഓഫ് ഹൗ യു ആർ സ്പീക്കിംഗ് ടു യുവർ സെൽഫ്. ഈ മാസ്റ്ററിങ് ദ മൈൻഡ് വളരെ ഡിഫിക്കൾട്ട് അല്ല. നമ്മളെല്ലാവരും ഹീറോ ആണ്. ക്രിസ്റ്റഫർ റീവുക്കും അതേ മനസ്സാണ്, നിങ്ങൾക്കും അതേ മനസ്സാണ്, എനിക്കും അതേ മനസ്സാണ്. വേറെ ഡിഫറെന്റ് മനസ്സൊന്നും അല്ല. ഇറ്റ്സ് ഓൾ ദ സെയിം. പക്ഷെ ട്രെയിൻഡ് ആണ്. അവർ ഹോപ്പ്ഫുള്ളായി, അവർ അതിൻ്റെ പവർ കൂട്ടി. ഞാനും നിങ്ങൾ കൂട്ടാൻ പറ്റുന്നില്ല, അതിനൊന്നും ചെയ്യുന്നില്ല. 3 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അതിന് സമയമില്ല, അതിന് ഇൻട്രസ്റ്റ് ഇല്ല.
മനസ്സിലാവുന്നുണ്ടോ?